സാരംഗ് മുറം പോലെയാണ്, സാരംഗ് ചൂല് പോലെയാണ്, തൂണ് പോലെയാണ്. എത്ര പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഈ ഹോം ടൂർ നിങ്ങളോട് പറയും. ഒരു പക്ഷിനോട്ടം നോക്കിയാൽ കാട്ടിലെ കൊട്ടാരങ്ങൾ കാണാം. ഒന്നല്ല, രണ്ടല്ല, 3 കൊട്ടാരങ്ങൾ. ഇത് സാരംഗിന്റെ ആസ്ഥാനം. ക്യാബിൻ, പാചകശാല, അഗ്രസാരം. കല്ലുമുള്ളും കുണ്ടും കുഴിയും നിറഞ്ഞ ഈ രാജവീഥി സാരംഗിന്റെ സ്വകാര്യ വഴിയാണ്. 1996 നമ്മളുണ്ടാക്കിയ 28 വയസ്സ് മാത്രം പ്രായമുള്ള സ്വകാര്യ വഴി. 40 വയസ്സ് പ്രായമായ കുട്ടിവനം ഇതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടന്ന ഇടം, ഒരുപാട് ആളുകൾ വന്നുപോയ ഇടം. ഈ ആൽമരം സാരംഗിന്റെ വളർച്ചയുടെ മൂകസാക്ഷി. ഒരു ശിഖരമോ പച്ചിലയോ പോലുമില്ലാതെ ഒറ്റയാനായി വിറച്ച് നിന്നിരുന്ന ആൽമരം. ജീപ്പ് വാതിൽമുള കടന്നു. അഗ്രസാരത്തിന് മുന്നിലൂടെ പാചകശാലയുടെ മുറ്റത്തെത്തി. ഈ നീളം കെട്ടിടം പാചകശാലയാണ്. വയറിനെയും തലമണ്ടയും ഒരുപോലെ പരിഗണിക്കേണ്ട ഇടം. ഇവിടെ എന്നും ഓണമാണ്. അല്ല, ഓണം പോലെയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ശാരീരിക വളർച്ചയ്ക്ക് ഭക്ഷണം, മാനസിക വളർച്ചയ്ക്ക് പുസ്തകം. രണ്ടും പാകപ്പെടുത്തുന്ന ഇടം, രണ്ടും അകത്താക്കുന്ന ഇടം. വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നല്ലേ. ഇവിടുന്ന് തുടങ്ങാം. ഇതാണ് അടുക്കള. ഈ അടുപ്പുകളും അടുക്കളയും പാത്രങ്ങളും ഒക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് എല്ലാവർക്കും സുപരിചിതമാണെന്ന് കരുതുന്നു. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അടുക്കള തന്നെ. അടുക്കളയ്ക്ക് ഊർജ്ജമുണ്ടെങ്കിലേ ആ വീട്ടിലുള്ളവർക്ക് ഉണർവും ഊർജ്ജവും ഉണ്ടാവൂ. ഉണർന്നേറ്റ ഊർജ്ജത്തോടെ അടുക്കള അടുപ്പുകൾ ഉഷാർ. വാഴക്കുലകൾ തൂക്കാനുള്ള കൊളുത്തുകൾ അടുപ്പുകൾക്ക് മേലെയാക്കിയത് ചൂട് കിട്ടാനാണ്. ചൂട് തട്ടിയാൽ വേഗം പഴുക്കുമല്ലോ. കോരുതവികളും ചിരട്ടത്തവികളും അടുപ്പിനടുത്ത് ഭിത്തിയിൽ ഓരോരോ ആണി അടിച്ച് തൂക്കിയിട്ടിരിക്കുന്നു. പാചകത്തിന് വിറകാണ് പ്രധാന ഇന്ധനം. കുട്ടിവനത്തിൽ നിന്ന് ഉണങ്ങിപ്പോയ മരങ്ങളും ചില്ലകളും മുറിച്ചും വെട്ടിയെടുത്തും അർബാനയിൽ വീട്ടിലെത്തിക്കും. കീറിയ വിറക് അടുപ്പിനടിയിൽ കരുതും. വിറകുമുട്ടികൾ പുറത്തടുക്കി വയ്ക്കും. തീയൂതാൻ കുഴലുണ്ട്. പക്ഷേ കുഴൽ പലപ്പോഴും വേണ്ടിവരില്ല, അടുപ്പ് ഈ തരത്തിലായതുകൊണ്ട്. കണ്ണകി തിളച്ച വെള്ളം ഒഴിച്ചു വയ്ക്കുന്നു. തിളച്ച വെള്ളം നിറയ്ക്കാനുള്ള മൺഭരണികളാണിത്. വെള്ളം തിളപ്പിച്ച് ഇതിലൊഴിച്ചു വയ്ക്കും. അത് തണുത്ത് വരും. കുടിവെള്ളം എപ്പോഴും സുലഭം. ഇത് ഗ്ലാസ് ഞാലി. കഴുകിയ ഗ്ലാസുകളും കപ്പുകളും ഇതിലിങ്ങനെ ഞാത്തിയിടാം. കണ്ണകിയാണ് ഇതിന്റെ സ്രഷ്ടാവ്. നാലഞ്ച് വർഷമായി ഈ ഗ്ലാസ് ഞാലി സേവനം തുടങ്ങിയിട്ട്. അച്ഛനുണ്ടാക്കിയ പഴയ ഞാലി നഷ്ടപ്പെട്ടപ്പോൾ പകരം മിണി ബല്യ ഒന്ന് കണ്ണകി ഉണ്ടാക്കിയതാണിത്. ഇത് തവിഞ്ഞാലി. പലതരം തവികളും സ്പൂണുകളും ചട്ടുകങ്ങളും ഒക്കെ കഴുകി ഞാത്തിയിടാനുള്ളതാണിത്. ഇത് മുത്തച്ഛൻ്റെ സൃഷ്ടി. 30 വർഷം പഴക്കം. നീണ്ട ഒരു മുളമ്പാളി മാത്രമാണിത്. ഓരോരോ സ്പൂണുകളുടെയും തവികളുടെയും ചട്ടുകത്തിൻ്റെയും ഒക്കെ വലിപ്പത്തിനും ആകൃതിക്കും അനുസരിച്ചുള്ള തുളകളാണ് ഇതിനുള്ളത്.
ഇത് പ്ലേറ്റ് ഞാലി. ഒരു തടിക്കഷണവും കുറച്ച് ആണികളും മാത്രമേ ഉള്ളൂ. ഇതിനും 30 വയസ്സായി. മുത്തച്ഛനാണ് ഇതിൻ്റെ സ്രഷ്ടാവ്. കഴുകിയ പ്ലേറ്റുകൾ ഇങ്ങനെ ഞാത്തി ഇടാം. ഒരറ്റത്ത് അരകല്ല്, മറ്റേ അറ്റത്ത് മിക്സി. അരകല്ലിന് മുകളിൽ ഒരു തൂക്കുവിളക്ക്. കുലകൾക്കരികെയുമുണ്ട് കൊളുത്തിയ തൂക്കുവിളക്ക്. ഇത് ആചാരമോ ചടങ്ങോ ഒന്നുമല്ല. വെളിച്ചം കുറയുകയോ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ തിരി ഒന്ന് കൊളുത്തുകയോ നീട്ടുകയോ ചെയ്താൽ മതി. അടുക്കള വെളിച്ചം നിറഞ്ഞ ഐശ്വര്യപൂർണ്ണമായിക്കൊള്ളും. അതിനാണ്. ഭിത്തിയിൽ തന്നെ പിടിപ്പിച്ച കാന്തമാണ് കത്തികളുടെ ഇരിപ്പിടം. പഴയ റേഡിയോയിൽ നിന്ന് കിട്ടിയതാണിത്. കത്തികൾ എടുക്കാൻ എളുപ്പം, തിരികെ വയ്ക്കാനും എളുപ്പം. വിറകടുപ്പുകൾ ഉണ്ടെങ്കിലും 2 വർഷത്തോളമായി ഗ്യാസ് അടുപ്പും ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പുകൾ, ഗ്രൈൻഡർ, മിക്സി തുടങ്ങിയതൊക്കെ കുറേ കാലം വാടക വീടുകളിൽ താമസിക്കേണ്ടി വന്നപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ചില അടിയന്തര ഘട്ടങ്ങളിൽ പണികളേറിയും ആൾക്കാർ കുറഞ്ഞുവരിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തൈര് കടയാൻ വേണ്ട മായാട, പപ്പടം കൊത്തി, സ്ട്രൈക്കർ, കലണ്ടർ, അങ്ങനെ. ഉണക്കമഞ്ഞൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ മൂലക്കിരിക്കുന്ന കല്ലംഭരണിയിൽ. ഈ 2 ആർച്ച് അലമാരകൾക്കിടയിലുള്ള ഭാഗമായിരുന്നു പഴയ അടുക്കള. അത് ഗൗതമിൻ്റെ സൃഷ്ടിയാണ്. ഈ ചില്ലലമാരകളും ആർച്ചുകളും ഈ വല്യെടുപ്പും അന്ന് അവനുണ്ടാക്കിയതിൽ പെടും. ഗൗതമുണ്ടാക്കിയ പഴയ അടുക്കള ഉയരം കൂട്ടി 2 വശത്തേക്ക് നീട്ടി വിപുലപ്പെടുത്തിയെടുത്തതാണിത്. യാതൊരു ഉപാധിയുമില്ലാതെ അതിനുള്ള സാമ്പത്തികം തന്ന് സഹായിച്ചത് ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവുമാണ്. സാരംഗിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പായി കാണാൻ കടുത്ത ആഗ്രഹമുള്ളവർ. പേരെടുക്കാൻ ആഗ്രഹിക്കാത്തവരായതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. മനസ്സുകൊണ്ട് ഞങ്ങളുടെ മക്കളായി മാറിയവരാണ് അവർ എന്ന് മാത്രം അറിയുക. ഈ ചില്ലലമാരയിൽ ചില്ലുപാത്രങ്ങളും കുപ്പികളുമാണെങ്കിൽ മറ്റേതിൽ അച്ചാറുകൾ, പൊടികൾ, നെയ്യ്, എണ്ണ, പലവ്യഞ്ജനങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയാണ്. ആ മൂലയ്ക്കുള്ള കല്ലൻഭരണി കഴിഞ്ഞ വർഷത്തെ ഉലുവമാങ്ങ ഫെയിമാണ്. ഈ ബോർഡ് കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ കുറിച്ചു വയ്ക്കാനുള്ളതാണ്. സാധനങ്ങൾ തീരുന്നത് എഴുതി വയ്ക്കാൻ, പൊതുയോഗത്തിലുണ്ടാകുന്ന പ്രത്യേക തീരുമാനങ്ങൾ മറന്നുപോകാതെ എഴുതി വയ്ക്കാൻ, സർവോപരി ഹിപ്പാച്ചിക്ക് വരയ്ക്കാൻ, ചിന്മയിക്ക് മുത്തശ്ശിയെ പഠിപ്പിക്കാൻ, അങ്ങനെ. This is 4 and this is no, that's not 5, okay? 5 looks like this 5. മുകളിലെ തട്ടുകളിൽ ഭരണികൾ, ഉണങ്ങിയ നാരങ്ങ, മാങ്ങ, ചെറുനാരങ്ങ, നക്ഷത്രപ്പുളി, ചീമപ്പുളി, നെല്ലിക്ക, ഉണങ്ങിയ പഴം, അങ്ങനെ ഓരോന്ന്. കുപ്പികളിൽ എണ്ണകൾ, മുറിവെണ്ണ, തലയെണ്ണ, ചവനപ്രാശം, അനനാസലേഹ്യം, തെങ്ങിൻപൂക്കുല ലേഹ്യം, കൽക്കണ്ടം, ശതകുപ്പ, വയമ്പ്, കരിനെല്ലിക്ക, ഇങ്ങനെ പലതും. മറുവശത്ത് ചില്ലു പ്ലേറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ, പരിപ്പുകൾ, ഇങ്ങനെയൊക്കെ. പച്ചക്കറികൾ സൂക്ഷിക്കുന്ന ഈ ഇടത്ത് തന്നെ ചിരവയും തേങ്ങ പൊട്ടിക്കാനുള്ള വാക്കത്തിയും സൂക്ഷിച്ചിരിക്കും. നിത്യേന ആവശ്യമില്ലാതെ വരുന്ന പാത്രങ്ങളും ഉപകരണങ്ങളും കൂടുതലായി ഉണ്ടാകുന്ന വിളവുകളും മറ്റും സൂക്ഷിക്കുന്നത് പുറത്തുള്ള പഴയ തൊഴുത്തിലാണ്. ദൂരെ മലയടിവാരത്തിൽ ശിരുവാണിപ്പുഴ. മലയിറങ്ങി അവിടെ എത്തണം പുഴയിലൊന്ന് കുളിക്കാൻ. സാരംഗിന്റെ തുടക്കത്തിൽ ആ പുഴയിൽ നിന്ന് വെള്ളം ചുവന്നു കൊണ്ടുവരണമായിരുന്നു. പുഴയിൽ കുളിച്ച് ചിറ്റൂർ റോഡ് മുറിച്ച് കുത്തനെയുള്ള സാരംഗമല കയറി നേരെ മടങ്ങി വരിക. ഇതാ പാചകശാലയുടെ മറുപകുതി, എഴുത്താല. ഇത് എഴുത്താലയുടെ വാതിൽ. ഈ മാന്ത്രിക വാതിലിലൂടെ കയ്യും തലയും പുറത്തിടാം. ഹലോ. അടച്ചുപൂട്ടിയാലും അകത്തേക്ക് കിടക്കാം. ഇതിൻ്റെ 5 വാതിലുകളും ജനലുകളും അങ്ങനെയാണ്. ഫുൾ എയർ കണ്ടീഷൻ, അതിഗംഭീരമായ വെന്റിലേഷനുകൾ, അപൂർവസിദ്ധിയുള്ള വാതിലുകൾ, ജനലുകൾ കണ്ടില്ലേ? ഇതിൻ്റെ ചുവരുകൾ മുളമടഞ്ഞുണ്ടാക്കിയതാണ്.
ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ രീതിയാണ് ഈ മുളമടച്ചിൽ. ഇനി ഇതിൻ്റെ 2 വശത്തും മണ്ണ് കുഴച്ച് എറിഞ്ഞു പിടിപ്പിച്ച് ബലപ്പെടുത്തി മിനുക്കിയെടുക്കണം. ഈ നീളൻ കെട്ടിടത്തിൻ്റെ പണികൾ കോവിഡിൻ്റെ മൂർധന്യകാലത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് പണമുണ്ടെങ്കിൽ പോലും പണിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയായിരുന്നു. വാതിലിൻ്റെയും ജനലിൻ്റെയും ഒക്കെ പണിയും ഇങ്ങനെ നിന്നുപോയതാണ്. രണ്ടാളും കൂടി സാരംഗിൻ്റെ പഴയ ചരിത്രം തപ്പിയെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. സാരംഗ് ചാനലിലൂടെ അതെല്ലാവർക്കും കാണാൻ കഴിയട്ടെ. മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് സാരംഗിനെക്കുറിച്ച് എഴുതുകയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ചില ധാരണപ്പെശകുകൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. സാരംഗ് മുറം പോലെയാണ്, സാരംഗ് ചൂല് പോലെയാണ്, തൂണുപോലാണ് എന്ന രീതിയിൽ കുറച്ചുപേർ സാരംഗിനെ വ്യാഖ്യാനിക്കാൻ അതിടയാക്കി. ആധുനികമായ എന്തിനേയും എതിർക്കുന്ന വരട്ടുവാദികളാണ്, പഴഞ്ചൻ രീതികൾ മാത്രം താലോലിച്ചിരിക്കുന്ന പ്രകൃതികളാണ് എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു. 1981 ഞങ്ങൾ അട്ടപ്പാടിയിൽ വരുമ്പോൾ ഇന്ന് കാണുന്ന അട്ടപ്പാടിയേ ആയിരുന്നില്ല. അന്നും സാരംഗിന് ക്യാമറയുണ്ട്, ബൈനോക്കുലേഴ്സും ടേപ്പ് റെക്കോർഡറുമുണ്ട്. ഈ ക്യാമറകൾക്ക് 34 വർഷം പഴക്കം. ഈ സ്ലൈഡ് പ്രൊജക്ടർ 1986 വാങ്ങിയതാണ്. നാൽപ്പത്തഞ്ച് വർഷത്തെ ജീവിതയാത്രയിൽ നടത്തിയ ക്രിയാത്മക പരീക്ഷണങ്ങൾ പല രൂപത്തിൽ പലതരത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കുറിപ്പുകളാക്കിയും ഫോട്ടോകളും സ്ലൈഡുകളും വീഡിയോകളും ഒക്കെ ആക്കിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാരംഗിൻ്റെ പുതിയ തലമുറ ഇതിൻ്റെ സമഗ്ര വളർച്ചയ്ക്കുള്ള കരുതലോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ചരിത്രം പ്രസക്തമാവുന്നത്. സ്റ്റെൻസിൽ പേപ്പറും മഷിയും റോളറും ഉപയോഗിച്ചിരുന്നത് 83 മുതൽ. അത് പിന്നീട് സ്ക്രീൻ പ്രിന്റിങ്ങിലേക്ക് വളർന്നു. ടൈപ്പ്റൈറ്റർ, സോളാർ വൈദ്യുതി, ജനറേറ്റർ, ഹാം റേഡിയോ നിലയം ഒക്കെയും 30 കൊല്ലം മുമ്പേ സാരംഗിലുണ്ടായിരുന്നു. ഇന്നും ഏറ്റവും പുതിയ ടെക്നോളജിയെ പോലും ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം സാരംഗ് ഉപയോഗപ്പെടുത്തും. അത് അത്രമേൽ ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം. ആധുനിക ചികിത്സാരീതികളെ അങ്ങേയറ്റം മാനിക്കുന്നു. ഒപ്പം ഈ ലോകത്തുണ്ടായി വന്നിട്ടുള്ള സകല ചികിത്സാരീതികളെയും മാനിക്കുന്നു. പ്രത്യേകിച്ച് ബാഹ്യപ്രേരണയാലല്ലാതെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്തിയ പൂർവികരുടെ അറിവുകളെ, കോടാനുകോടി ഗവേഷണങ്ങൾ നടന്നു പോന്നിട്ടുള്ള അടുക്കളകളെ, ഗവേഷകകളായ അമ്മമാരെ ഒക്കെയും സാരംഗ് മാനിക്കുന്നു. കുറച്ച് പുസ്തകങ്ങൾ പൂട്ടും താക്കോലുമുള്ള അലമാരകളിലേക്ക് തരം തിരിച്ചു മാറ്റിയിരിക്കുന്നു. ഹിപ്പാച്ചി വരുമ്പോഴാണ് കുട്ടിപ്പുസ്തക വിഭാഗം സജീവമാകുന്നത്, ഇവിടം റീഡിംഗ് റൂം ആകുന്നത്. ഇതെല്ലാം പഴയ അലമാരകൾ. ഇതിൽ ആദ്യത്തേതിന് 38 വയസ്സായി. ഇത്തരം 3 അലമാരകൾ തൊഴുത്തിലും മറ്റുമായുണ്ട്. ഒന്നെടുത്താൽ 2 വീഴും. ചാണകം മെഴുകിയ മൺതറയിലിരുന്ന ഈ അലമാരകളിലേക്ക് മൺസൂൺ കാലത്ത് ചിതൽ പടരും. മഴക്കാലം കഴിഞ്ഞെല്ലാം തട്ടിപ്പൊത്തിയെടുക്കും. അപ്പോഴേക്കും 100 കണക്കിന് പുസ്തകങ്ങളും കൈയെഴുത്ത് കോപ്പികളും ഫയലുകളും ഒക്കെ നഷ്ടമായിരിക്കും. ഈ നീളൻ കെട്ടിടത്തിന്റെ തറ സിമന്റ് ഇട്ടതും അക്ഷരങ്ങൾ രക്ഷിക്കാനായിരുന്നു. ഇത് പഴയ തയ്യൽ മെഷീൻ. സ്വന്തം കുപ്പായങ്ങൾ സ്വയം തയ്ക്കണമെന്ന് വാശിയുള്ള മുത്തശ്ശി. മുത്തച്ഛനും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരോടൊപ്പം പഠിച്ചിരുന്നവർക്കും ഒക്കെയുള്ള കുപ്പായങ്ങൾ തുന്നിയിരുന്ന പ്രിയപ്പെട്ട ഉപകരണം. ഇത് പുതിയ പ്രിന്റർ. സാരംഗ് ബുക്സിന്റെ പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങിയതോടെ പ്രിന്റർ അനിവാര്യമായി. വിൽക്കാനുള്ള കുറച്ച് പുസ്തകങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു. ബാക്കി മറ്റൊരിടത്താണ്. ക്യാമറ സ്റ്റാൻഡ്, കസേരകൾ,
വൈഫൈ, ഇങ്ങനെ ഓരോന്ന്. രണ്ടാളും കൂടി സാരംഗിന്റെ പഴയ ചരിത്രം തപ്പിയെടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ക്യാബിനും അഗ്രസാരവും പാചകശാലയും ഒന്നും ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശ്യത്തിന് മാത്രമുള്ളതാണെന്ന് പറയാൻ വയ്യ. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ നീളൻ കെട്ടിടം ഡോർമിറ്ററി ആകും. പുസ്തകങ്ങൾ അയക്കേണ്ടി വരുമ്പോൾ സാരംഗ് ബുക്സ് എന്ന സ്ഥാപനം തന്നെയാകും. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ സ്റ്റുഡിയോ ആകും. കൂടുതൽ ആളുകൾ വരുമ്പോൾ കോൺഫറൻസ് ഹാളാകും, ഡൈനിങ് ഹാളാകും, അങ്ങനെ പലതുമാകും. നിലവിലുള്ള ആവശ്യങ്ങൾ സാധിക്കത്തക്ക വിധം പലതായി മാറ്റാൻ കഴിയുന്നു. ഇത് ഗംഭീര പരിപാടിയാണ്, ഇതിങ്ങനെ തന്നെ മതി, ഇതാണ് നല്ലത്, ഇതാണ് ശരി എന്നൊന്നുമല്ല പറയുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ശേഷം തുടങ്ങാമെന്ന് കരുതിയെങ്കിൽ ഇന്ന് സാരംഗ് ഉണ്ടാകുമായിരുന്നില്ല. ഇതിനേക്കാൾ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. എന്നാലും ചില കാര്യങ്ങൾ എടുത്തു പറയാതെ വയ്യ. ഹോം എന്ന് പറഞ്ഞാൽ കെട്ടിടമല്ല, അടച്ചുറപ്പുള്ള കെട്ടിടത്തിലല്ല, അച്ചടക്കമുള്ള ജീവിതത്തിലാണ് സുരക്ഷ. നിങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത് എന്ന് ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട്. വിരിച്ചതിന് മേലെ പുതച്ചതിന് താഴെ എന്നതാണ് ഉത്തരം. ഇത് പൊതു ശൗചാലയം, 2 ചെറുമുറികൾ. ഇവിടെ തണുപ്പ് കൂടുതലാണ്, കുളിക്കാൻ ചൂടുവെള്ളം വേണ്ടിവരും. പുറത്തെ ചാർത്തിൽ മുത്തച്ഛൻ രൂപപ്പെടുത്തിയ അടുപ്പ്. വലിയൊരു സ്റ്റീൽ കുട്ടകം അടുപ്പിന്റെ ഭാഗമാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ടാപ്പ് ഇങ്ങനെ തുറന്ന് കുട്ടകത്തിൽ വെള്ളം നിറയ്ക്കാം. സന്ധ്യയ്ക്ക് വെള്ളം തിളപ്പിച്ചാൽ പിറ്റേന്ന് ഉച്ചവരെ ചൂടുവെള്ളം എടുക്കാം. വിറകിനായി മുളയും കനമില്ലാത്ത മരങ്ങളുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ആളിക്കത്തുന്നത് അടുക്കള പാചകത്തിന് നന്നല്ല, അതുകൊണ്ട് മുളവിറക് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഇവിടെ പലതരം മുളകൾ ധാരാളമുണ്ട്. മുളകൾ വിൽക്കാറുമുണ്ട്. മൂപ്പ് കുറഞ്ഞതും വളഞ്ഞതുമൊക്കെ കത്തിക്കാനെടുക്കും. പുറത്തെ അടുപ്പിൽ ചൂടുവെള്ളം ഉണ്ടാക്കി കുഴലിലൂടെ അകത്തെത്തിക്കും. ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനും 2 പൈപ്പുകൾ. ഇത് അഗ്രസാരം, ഇരുനില മാളിക. ഇരുമ്പ് ചട്ടക്കൂട്ടിൽ മുളയും ഓടും സോളാർ പാനലും വേണ്ട വിധം പിടിപ്പിച്ചുണ്ടാക്കിയ വീട്. പൊയ്ക്കാലിലാണ് നിൽപ്പ്. ഗൗതമിന്റെ പ്ലാനിങ്ങിൽ വിഷ്ണുവും ഇന്ദുലേഖയും ഉണ്ണിയാർച്ചയും കണ്ണകിയും ഗൗതമും അച്ഛനും ചേർന്ന് 2017 ഉണ്ടാക്കിയതാണിത്. ഇതും പലതായി അവതരിക്കാൻ കഴിവുള്ള വീടാണ്. ഓഫീസ് റൂം, ബെഡ്റൂം, ലൈബ്രറി, റീഡിംഗ് റൂം, സ്റ്റോർ, തുന്നൽ മുറി, എഡിറ്റിംഗ് റൂം, ഓൺലൈൻ ക്ലാസ് ഏരിയ, ബാംബു ക്രാഫ്റ്റ് ഏരിയ, ഇങ്ങനെ ദശാവതാര ശേഷിയൊക്കെ ഉള്ളത് നല്ലതാണെങ്കിലും ഞങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടവും പണിക്കൂടുതലും ആലോചിക്കാനേ വയ്യ. ഇത് ക്യാബിൻ, പൊയ്ക്കാലിൽ നിൽക്കുന്ന ഒറ്റമുറി വീട്. ഗൗതമാണിതിന്റെ ആർക്കിടെക്റ്റും നിർമ്മാതാവും എല്ലാം. ക്യാബിന്റെ മുളവാതിൽ നട തുറന്നു. ഇതിപ്പോൾ കണ്ണകിയും അഭിലാഷും കയ്യേറിയിരിക്കുകയാണ്. എങ്കിലും തരം കിട്ടുമ്പോൾ ഇത് സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയും പാക്കിംഗ് ആൻഡ് ഡെസ്പാച്ചിങ് ഏരിയയും ഒക്കെ ആക്കിക്കളയും ഉണ്ണിയാർച്ചയും ഇന്ദുലേഖയും വിഷ്ണുവും കൂടി. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നത് തന്നെ. ദശാവതാര ശേഷിയുള്ള ഈ ഒറ്റമുറി വീട്ടിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള എത്രയോ പേർ താമസിച്ചിരിക്കുന്നു. പോളിൻ ഫ്യൂസിനി സാരംഗിനെക്കുറിച്ച് ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഈ ഒറ്റമുറി വീടാണ്. കുഞ്ചു, കുട്ടു, ഡോബി ഞങ്ങളുടെ അംഗരക്ഷകരാണിവർ. ഇവനാണ് കുട്ടു, ഇവൾ ഡോബി, ഇവൻ കുഞ്ചു,
ഭക്ഷണം കഴിച്ച് പുലർച്ചെ 6 മണി മുതൽ ഉറക്കം, വിശ്രമം. പകൽ ഇവരിവിടെ ഉണ്ടെന്നേ അറിയില്ല. സന്ധ്യ കഴിഞ്ഞാൽ മീൻ ബിരിയാണിയൊക്കെ കഴിച്ച് വെളുക്കുവോളം ഓട്ടം, ചാട്ടം, പാട്ടുകച്ചേരി, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ പലതരം പരിപാടികൾ. ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന സ്നേഹമുള്ള തമ്പുരാക്കളാണിവർ. ഗരുഡക്കൊടിയിലേ കേക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കാത്തത്. ഗരുഡക്കൊടിയില് കുറെ പുഴുണ്ട്. അങ്ങനെ ബുൾബുള് പിടിക്കണ്ടോ എന്നൊരു സംശയം. ഒന്ന് നോക്കാവോ? ഒന്ന് താഴത്തോട്ട് പൊക്കോട്ടെ. സ്വർണവാലിയും മക്കളും കൂടി 5 പേർ. അവളുടെ ഇളയ മക്കളിൽ ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ തല കാണിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചാടി വീഴുന്ന ശംഖുവരയൻ എന്ന ശംഖു. ഇവരെ കൂടാതെ കോടാനുകോടി ജീവജാലങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് ഇവിടെ. മണ്ണ് ജീവസുറ്റതാകുന്തോറും ഈ വസുധൈവ കുടുംബകത്തിൽ അംഗങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. സാരംഗ് കുടുംബം ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മിമാരിൽ തുടങ്ങുന്നു. അവരുടെ 3 മക്കൾ ഗൗതം, കണ്ണകി, ഉണ്ണിയാർച്ച. ഗൗതമിന്റെയും അനുരാധയുടെയും മക്കളാണ് ഹിപ്പാച്ചി, ഹിരണ്യ, പാർത്ഥൻ, ചിന്മയി. കണ്ണകിയുടെ ഭർത്താവ് അഭിലാഷ് ആനന്ദ്. ഇന്ദുലേഖയും സഹോദരൻ വിഷ്ണുവും ചാലക്കുടിയിലുള്ള ഉണ്ണികൃഷ്ണൻ, ഇന്ദിരമാരുടെ മക്കളാണ്. 2006 മുതൽ മനസാ വാച കർമ്മണ സാരംഗിനൊപ്പമാണവർ, ആ കുടുംബം. ഇതിൽ ഇന്ദുലേഖയും വിഷ്ണുവും കണ്ണകിയും ഉണ്ണിയും ചേർന്ന് ദക്ഷിണ എന്ന കുഞ്ഞു സംഘമുണ്ടാക്കി. അവരുടേതാണ് ദക്ഷിണ ചാനലും അതിന്റെ പരിപാടികളും. വേനൽ കടുത്തപ്പോൾ പച്ചക്കറി കൃഷി ഒരു കുഞ്ഞു തുരുത്തിലേക്ക് ഒതുക്കി. കൂടുതൽ ശ്രദ്ധയും കരുതലും കൊടുക്കേണ്ടതുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും സോപ്പിൻ കായ പെറുക്കിയും ചെടികളെ താലോലിച്ചും നടക്കുന്നു. ഇത് മുളമന്ദിരം, മുള കൊണ്ടുണ്ടാക്കിയ ഇരുനില വീട്. പൊയ്ക്കാലിലാണ് ഇതിൻ്റെയും നിൽപ്പ്. KJ ബേബി, ഷേർലിമാരുടെ കനവിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പണിതത്. കോവിഡിന്റെ വരവോടെ പുറം രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരെയും സന്ദർശകരെയും പഠിതാക്കളെയും ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നു. അതോടെ ഈ വീട് വെറുതെ പൂട്ടിയിടേണ്ടി വന്നു. സാരംഗിന്റെ തുടക്കകാലം മുതൽ പലതരത്തിൽ സഹകരിച്ച് ഒപ്പമുണ്ടായിരുന്നവർ, വന്നുപോയി വരുന്നവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. ഇന്നിപ്പോൾ സാരംഗിനെ സ്നേഹിക്കുന്ന, ദക്ഷിണയെ സ്നേഹിക്കുന്ന ആസ്വാദകരായ നിങ്ങൾ 10-15 ലക്ഷം സ്നേഹിതർ വേറെയും. വീഡിയോകൾക്കടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഞങ്ങളുടെ ആരൊക്കെയോ ആയ പോലെയാണ് തോന്നുന്നത്. സാരംഗിൽ വരാനും ഓരോരുത്തരെയും കാണാനും ആഗ്രഹിക്കുന്നവർ അനേകരാണെന്നറിയാം. സമയമായില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ പലതരത്തിലുള്ള പരിമിതികൾ കാരണമാണ്. എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാനും സൽക്കരിക്കാനും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചിട്ട് ഞങ്ങളുടെ സൗകര്യം കൂടി മാനിച്ചിട്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വരാവൂ. പലതരത്തിലുള്ള പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ അവിചാരിതമായി സന്ദർശകരെത്തുമ്പോൾ ആകെ വിറങ്ങലിച്ചു പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ സംഘർഷത്തിലാവും, സങ്കടത്തിലാവും. നിശ്ചയമായും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആകാതെ വന്നവർ മടങ്ങുമ്പോൾ ഞങ്ങൾ ധർമ്മസങ്കടത്തിലാവും. ഇതൊഴിവാക്കാൻ വഴിയിൽ ഒരു ബോർഡ് വച്ചിട്ടുണ്ട്. പക്ഷേ പലരും അതും ഗൗനിക്കാറില്ല. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒന്ന് സഹകരിച്ചെങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. ഞങ്ങളുടെയും നിങ്ങളുടെയും സൗകര്യവും ആഗ്രഹവും കണക്കിലെടുത്ത് ഓരോ മാസവും 2 ദിവസം സന്ദർശകർക്കായി നീക്കിവെച്ചാലോ എന്നാലോചിക്കുക. ആ 2 ദിവസം തിരക്കുകളെല്ലാം ഒഴിവാക്കി സന്തോഷത്തോടെ തയ്യാറായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കുടുംബാംഗങ്ങൾ എന്ന പോലെ കണ്ടും മിണ്ടിയും ഉണ്ടും പിരിയാം.
ലക്ഷ്യത്തിലേക്കുള്ള തീക്ഷ്ണമായ പോക്കിൽ കുടിവെള്ളം മുതൽ ജീവസന്ധാരണത്തിന് അത്യന്താപേക്ഷിതമായ പലതും ഇല്ലാത്തതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ നേരിട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രാജിവെച്ചിറങ്ങി ഇതേവരെ നടത്തിപ്പോന്ന ജീവിതാഭ്യാസ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയം കണ്ടു. ഒരു ഗ്രാമീണ യൂണിവേഴ്സിറ്റി മനസ്സിൽ മുളപൊട്ടിയിട്ട് 43 വർഷമായി. ഇനിയാണ് ഹോമിൻ്റെ പ്രസക്തി. ഈ ജീവിതാഭ്യാസ പദ്ധതി പരിശീലിപ്പിക്കാൻ വേണ്ടത്ര ഇടങ്ങൾ ഒരുക്കണം. അതിനുള്ള മുന്നൊരുക്കങ്ങളിൽപ്പെട്ടതാണ് ഈ ചാനൽ പരിപാടികൾ പോലും. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, നിലനിൽക്കുക, നിലനിൽക്കാൻ അനുവദിക്കുക എന്നതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള മാറ്റങ്ങൾക്ക് മാത്രമായി സാരംഗിൻ്റെ പുതുതലമുറ ഉഷാർ.